സാധാരണ വിയറ്റ്നാം ആയാലും ഇവിടെ നല്ല കറുപ്പ് വരുത്തില്ല അല്ലേ ഗൈസ്? നമ്മൾ ചതിച്ചു ഗൈസ്, നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു. ഇത്രയും നേരം നമ്മൾ വിചാരിച്ചു ഇതാണ് ഗൈസ് നമ്മൾ ദാനം ചെയ്യണം. അടിച്ച മീനെ സ്പോട്ടിൽ റിലീസ് ചെയ്ത് ചെറുതായോണ്ട്, എന്നിട്ട് സിംഗറിനെ കുറ്റം പറ്റി പറഞ്ഞാൽ ഇത് നൈസർ വരാൻ ക്ലിയർ ഹുക്കപ്പ് രണ്ടും കേറി ഉണ്ട്. രണ്ടാമത്തെ സോറി മൂന്നാമത്തെ ഒരാളി വിയറ്റ്നാം വരെ വിട്ടിട്ടുണ്ട്. വിയറ്റ്നാം നമ്മുടെ രണ്ടാമത്തെ മീൻ അങ്ങനെ കയറി. മൂന്നാമത്തെ ഒരാൾ കയറി കേട്ടോ നമ്മുടെ. ഇന്നത്തെ മീൻ പിടുത്തം മീനുണ്ട്. ഇരുട്ടാണ്. നമ്മൾ പുതിയൊരു സൈറ്റ് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഏകദേശം 10 മീനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മറക്കാതെ ഫുൾ വീഡിയോ കാണാൻ എല്ലാവരും ശ്രമിക്കുക. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. തീർന്നാണ് അടിച്ചങ്ങ് പോയുള്ളൂ. നേരെ അടിച്ചിങ്ങനെ പോവുകയായിരുന്നു. അടിച്ച് നേരെ പോവുകയായിരുന്നു. അതിങ്ങനെ അടിച്ചിങ്ങനെ നേരെ പോവുകയായിരുന്നു. വിയറ്റ്നാം വരെ വിട്ടിട്ടുണ്ട്. വിയറ്റ്നാം നമ്മുടെ രണ്ടാമത്തെ മീൻ അങ്ങനെ കയറി. കൊച്ചുവല്ലിങ്ങ ആയിരുന്നു കേട്ടോ, കുഴപ്പമില്ല. നമ്മള് രണ്ടാമത്തെ വരാല് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നു. പൊളി ഇത് നല്ല വലിയ ഇതുണ്ട്, വെള്ള കളറുണ്ട്. അത് വിയറ്റ്നാം വരാല്, വളർത്ത് വരാല്. അല്ല, എന്നാൽ സാധാരണ ഒരു കറുപ്പ് മേളി വന്നിട്ട് വിയറ്റ്നാം വരാല് ആണോ? മറ്റേ മഞ്ഞല്ലാത്ത വെള്ള വരുന്നത് മഞ്ഞയും കറുപ്പും വരെ നാടൻ. അല്ല, സാധാരണ വിയറ്റ്നാം ആയാലും ഇവിടെ നല്ല കറുപ്പ് വരുത്തില്ല അല്ലേ? വിയറ്റ്നാം വരാലും കറുപ്പില്ല ഗൈസ്. നമ്മൾ ചതിച്ചു ഗൈസ്, നമ്മൾ പറ്റിക്കപ്പെടുകയായിരുന്നു. ഇത്രയും നേരം നമ്മൾ വിചാരിച്ചു. നമ്മളെ രണ്ടാമത്തെ മീൻ കയറിയിട്ടുണ്ട്. രണ്ടാമത്തെ വരാലും കയറി. മൂന്നാമത്തെ വരാൽ ആര് കിട്ടിച്ച്. മൂന്നത്തെ മീൻ പോയതാ. ചോട്ടാ വരാല് കടിച്ചെടുത്തോണ്ട് പോയി. ഞാൻ കണ്ടുകൊണ്ട് എന്റെ വലിയ നമ്മളൊന്ന് കളഞ്ഞല്ലേ. എന്റെ നിന്റെ കളഞ്ഞല്ലേ. ഞാൻ പിന്നെ മേടിക്കുക. രണ്ടുപേരെ ലൈറ്റുണ്ട് ഗൈസ്. നൈസ്. അതല്ല, അതാ ചപ്പിനകത്തല്ലേ മീൻ അടിച്ചില്ല. ഞാൻ കണ്ടോ നീ വായിക്ക് മാത്രമല്ലോ ഈ അടിച്ചിട്ട്. ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്ത്. ഇതൊക്കെ എന്ത് ഉണ്ട്. രണ്ടാമത്തെ സോറി മൂന്നാമത്തെ ഒരാളി മൂന്നാമത്തെ ഒരാൾ കയറി കേട്ടോ നമ്മുടെ. പൊളി വൈകിട്ടത്തെ കാപ്പും പൊളിച്ചു. ഇന്ന് രാവിലോട്ട് ഇറങ്ങിയായിരുന്നെ കൊല്ലി നിറയ്ക്കായിരുന്നു. കാരണം ഉണ്ടായി കൊടുക്കാതെ. അതെ, നമ്മുടെ മൂന്നാമത്തെ അല്ല, വഴക്ക് വരാൻ വേണ്ടി കാരണം ഉണ്ടാക്കി കൊടുക്കാതെ. വിളിച്ചെടുക്കല്ലേ. കുറച്ചു നേരമായല്ലേ അവൻ അടിച്ചു തട്ടിക്കളിക്കാൻ. ഇവനാണ്
പറഞ്ഞടാ ഞാൻ പറഞ്ഞത്. അത് ചുമ്മാ തട്ടി കളിക്കുക. ആ ജെയ്സൺ പൊക്കിയാ മുറ്റിക്കിടക്കുന്നു. എടാ നീ ഭയങ്കര ടെൻഷൻ കൊടുത്താ നീ വരാനല്ലേ വലിക്കുന്നത്, ചേറുവിനെ കയറ്റുന്നതല്ലേ. അതായത് പറഞ്ഞു നല്ല ലോഡായിരുന്നു, നല്ല ഹുക്കും കൊണ്ട് തൊലച്ചപ്പോ സമാധാനം. പറയാൻ കേട്ടില്ല, നമ്മളിതൊന്നും പെട്ടെന്നില്ല കേട്ടല്ലോ. മോട്ടിവേഷൻ ഒരുപാട് കൂടുതലാ. ഇവരാരുടെ മോട്ടിവേഷൻ നമ്മുടെ മനീഷിന്റെ മോട്ടിവേഷൻ. മനീഷിനെ വിളിച്ച് ലൗഡ് സ്പീക്കറിൽ ഇട്ട് കൊടുക്കുക. സിംഗർ കൊള്ളത് എഴുതാരത്തില്ല, പേര് വരവട്ടായിരുന്നില്ല കൂടാലും കുറ്റം പറയും. എന്റെ മോനെ മുഖം കാണിച്ചേ. ജൈന്റ് സാധനം കേട്ടോ, ഹെവി. നമ്മള് പിടിച്ചാൽ ഏറ്റവും വലിയ മീന. സിംഗറെ കുറ്റം പറഞ്ഞിട്ട് കണ്ടോ, സിംഗറെ കയറ്റി സാധനം കണ്ടോ. സിംഗർ ഫ്രോഗ് കണ്ടോ, ഞൊട്ട വരാനല്ലേ കിട്ടുന്നത്. റിലീസിങ് സൈസ് ആണ്, റിലീസ് ചെയ്യാം. എടുക്കുന്നില്ലല്ലോ, റിലീസ് ചെയ്തു. ഇതിനകത്തിട്ടാലോടാ. ജെയ്സിന്റെ പേര് പറയണേ. ജേസൺ മാമൻ സേവ് ചെയ്ത് രക്ഷിച്ചു. ഒരു വീഡിയോ കണ്ടല്ലോ, അവന്റെ തലക്കറ കൊടുത്ത സിംഗർ കാണിക്കാതെ മുടിഞ്ഞ്. ഇതാണ് ഗായ്സ് നമ്മൾ ദാനം ചെയ്യണം. അടിച്ച മീനെ സ്പോട്ടിൽ റിലീസ് ചെയ്ത് ചെറുതായോണ്ട്, എന്നിട്ട് സിംഗറിനെ കുറ്റം പറ്റി പറഞ്ഞാൽ ഇത് നൈസർ വരാൻ. ക്ലിയർ ഹുക്കപ്പ് രണ്ടും കേറി വലിയ നോക്കടാ. ഇന്നത്തെ മീൻപിടുത്തം നിർത്തിയിരിക്കുകയാണ്. ഇന്നത്തെ മീൻപിടുത്തം സ്റ്റോപ്പ് ചെയ്തേക്കാണ്. 8 മീനുണ്ട്. ഇരുട്ടായതുകൊണ്ട് കാണാൻ പറ്റത്തില്ല. 8 ഉണ്ട്. ഇന്നത്തെ ഫിഷിങ് സ്റ്റോപ്പ് ചെയ്യണം. ഇത് 2 മീൻ റിലീസും ചെയ്തിട്ടുണ്ട്. മഴക്കോള് ഉണ്ടായിരുന്നു, അതുകൊണ്ട് കയറി. പക്ഷെ ഇവിടെ വന്ന് ഇപ്പോൾ മഴക്കോളൊക്കെ മാറിയിട്ടുണ്ട്. എന്നാലും ഇരുട്ടി കുറേ ദൂരം പോകാനുണ്ട് വീട്ടോട്ട്. ശരി, അടുത്ത വീഡിയോ കാണുന്നതും വരെ പാക്കലാം. മറക്കാതെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മീൻപിടുത്തം കൊണ്ടു നടക്കുന്ന പ്രാന്തന്മാരായാലും നിങ്ങളുടെ അറിവുണ്ടെങ്കിൽ അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക.